അപ്പൊ ഈ പൈൽസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പൈൽസ് വരാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് മെയിൻ ആയിട്ടുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് മലബന്ധം. കണ്ടിന്യൂസ് ആയിട്ട് മലബന്ധമുള്ള ആളുകൾ നമ്മുടെ ദഹന പ്രക്രിയ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല. അഗ്നി എന്ന് പറയും. നമ്മൾ ആയുർവേദത്തിൽ പറയുമ്പോൾ നമ്മുടെ ദഹനത്തിനെ അഗ്നി എന്നാണ് പറയാറുള്ളത്. അപ്പൊ നമ്മുടെ ദഹനം കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലൊക്കെയാണ് പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലുള്ളത്. നമ്മുടെ ഫുഡ് ഹാബിറ്റ് നല്ല രീതിയിൽ പോകുന്നില്ല, ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ് അത്ര എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ മലബന്ധം വരാനും അത് ഗ്രാജുവലി പൈൽസിലോട്ട് വന്നെത്താനും കാരണമാവാറുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു, കിടക്കുന്നു. അല്ലാതെ നമ്മൾ അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലല്ല, ആക്റ്റീവ് ആയിട്ടല്ല ഇന്ന് നമ്മൾ അത്രയും നമ്മുടെ ജീവിതശൈലി പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഫാക്ടറാണ്. കൂടുതൽ സമയം ഇരിക്കുന്ന ആളുകളിലുമാണ് പൈൽസ് പൊതുവേ കാണാറുള്ളത്. അത് ഇപ്പം 10 to 12 hours കണ്ടിന്യൂസ് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അത്രയും ദൂരെ യാത്ര ചെയ്യുന്ന ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഇതിനുള്ളൊരു സാധ്യത കൂടുതൽ തന്നെയാണ്.